പെരുമ്പാവൂർ നിയോജക മണ്ഡലം 2020 NDA സ്ഥാനാർത്ഥി ജിബി പാറ്റിക്കലിൻ്റെ അല്ലപ്രയിലുള്ള വസതിയിലാണ് നമ്മളിപ്പോഴുള്ളത്. നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് സ്ഥാനാർത്ഥിയായ ജിബി പാറ്റിക്കലിൻ്റെ വീട്. ഞാനും ഈ പറഞ്ഞ അതിരി ആദ്യം കണ്ടപ്പോൾ ഒന്ന് അതിശയപ്പെട്ടു. കാരണം നമ്മൾ ആളുടെ ലുക്ക് കണ്ടു കഴിഞ്ഞപ്പോൾ വലിയൊരു വീടൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ വളരെ ഒരു ഒതുങ്ങിയ മനോഹരമായ ഒരു വീട്. ജിബി ചേട്ടാ, ഒത്തിരി ആരോപണങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. ഇപ്പം ജിബി ചേട്ടൻ കുറേ നാൾ ഗൾഫിലായിരുന്നു. ഇപ്പോൾ വൈഫ് ഗൾഫിലേക്ക് പോയി. അപ്പോൾ വളരെ കോടീശ്വരനാണ്, വളരെ വലിയൊരു വ്യവസായിയാണ് എന്നൊക്കെ ഉള്ളൊരു ആരോപണങ്ങളൊക്കെ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഒരു പ്രചാരണ തിരക്കിലും ഉയർന്നു വന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബത്തെ പറ്റിയൊന്ന് പറയാം. ഞാൻ എൻ്റെ അപ്പൻ, അമ്മ, ഭാര്യ, 3 മക്കൾ. പിന്നെ എനിക്ക് നേരത്തെ ഒരു ചെറിയ കടയൊക്കെ ഉണ്ടായിരുന്നു, ബിസിനസ്സൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങനെ വലിയ കച്ചവടങ്ങളൊന്നുമില്ല. കുറച്ച് നാളായിട്ട് ബിസിനസ് മോശമാണ്, ഇല്ല എന്ന് തന്നെ പറയാം. ഒരു തുണി ചെറിയൊരു കടയുണ്ടായിരുന്നു, അതില്ല. പിന്നീട് അതിന് ശേഷം ഇപ്പോൾ വീട്ടിലാണെങ്കിൽ അപ്പച്ചനും അമ്മച്ചിക്കും പശു കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവർ ജീവിക്കുന്നു. പാലൊക്കെ കൊടുത്തിട്ട് അതാണ് അവരുടെ ഒരു വരുമാനം. അപ്പൻ്റെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചുകൊണ്ട് വേറെ പ്രത്യേകിച്ച് വരുമാനം ഉണ്ടായിരുന്നത് നിന്നുപോയി ഒന്നുമില്ലായിരിക്കുന്ന അവസ്ഥയായിരുന്നു. പിന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകാനായിട്ട് പ്ലാൻ ചെയ്തിരുന്നു, അത് സാധിച്ചില്ല. ഇപ്പോൾ എൻ്റെ 3 മക്കളെന്ന് പറഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന 4ാം ക്ലാസ്സിൽ, 7ാം ക്ലാസ്സിലും 11ലും പഠിക്കുന്ന 3 മക്കളാണ്. അപ്പോൾ ഇവരെ നിർത്തിക്കൊണ്ട് ഇപ്പോൾ ഇത്രയും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് അങ്ങനൊരു നമ്മൾ ചിന്തിച്ചത്. അപ്പോൾ ജിസ വൈഫ് പുറത്തേക്ക് പോയി. പുറത്തുനിന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ അവൾ നേഴ്സായിട്ട് പെരുമ്പാവൂർ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്കൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നമ്മൾ ഇസ്രായേലിലേക്ക് ഇങ്ങനെ കെയർ ഗിവറായിട്ട് പോകാൻ തീരുമാനിച്ചു. കഴിഞ്ഞൊരു 1 മാസം മുമ്പ്, 1.5 മാസം മുമ്പാണ് ജിസ ഇസ്രായേലിലേക്ക് പോയി. ഇപ്പോൾ അവളവിടെ ജോലി ചെയ്യുന്നു. ഇപ്പോൾ അവിടെ യുദ്ധവും കാര്യങ്ങളൊക്കെയാണ്. ഈ പറഞ്ഞ മാതിരി നമുക്ക് ടെൻഷനുണ്ട്, അവിടുത്തെ ഒരു ടെൻഷനുണ്ട്. ഈ സാഹചര്യത്തിൽ എനിക്ക് ഇവിടെ ഒരു ടെൻഷനുണ്ട്. ഏറ്റവും വൈഫ് വെച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ആളുകൾ പലതും പറയുന്നുണ്ട്. ഇപ്പം തന്നെ പല വാർത്തകളൊക്കെ വരുന്നുണ്ട്, ഞാനെന്തോ വലിയ കോടീശ്വരനാണ്, എനിക്ക് ഭയങ്കര വ്യവസായങ്ങളൊക്കെ ഉണ്ട്, ഞാൻ എൻ്റെ വ്യവസായം ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മുടെ കിറ്റക്സിൻ്റെ ഓണറായ ബഹുമാനപ്പെട്ട 2020 ചെയർമാനൊക്കെ ആയിരിക്കുന്ന സാബു എം ജേക്കബുമായിട്ട് ബന്ധപ്പെട്ട് വ്യവസായം ഡെവലപ്പ് ചെയ്യുന്നതിന് എന്തോ വേണ്ടിയാണ് 2020 ചേർന്നത്. സത്യത്തിൽ അങ്ങനെ വലിയ വ്യവസായമൊന്നുമില്ല. ഇതാണ് ഈ കോടീശ്വരനായ എൻ്റെ ഈ വീട്. നിങ്ങളിപ്പോൾ എല്ലാവരും കണ്ടു കാണും. ആളുകളുടെ പ്രചാരണമൊക്കെ നിങ്ങൾക്ക് ഏതായാലും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ജിബി ചേട്ടൻ ഇപ്പോൾ ഒരു 3 തലമുറകളായിട്ട് ഈ ഒരു രാഷ്ട്രീയ പ്രവർത്തന രംഗത്ത്, ഇപ്പം സാമൂഹിക പ്രവർത്തന രംഗത്ത്, അതുപോലെ തന്നെ സഭയുടെ പ്രവർത്തനങ്ങളെല്ലാം സജീവമാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടി ഒന്ന് വിശദീകരിക്കാമോ? അതായത് എൻ്റെ അപ്പൻ, വലിയപ്പൻ, മുത്തശ്ശൻ, ഞങ്ങൾ ചാച്ചൻ എന്ന് വിളിക്കണം. അപ്പോൾ ചാച്ചൻ ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു. സ്വാതന്ത്ര്യ സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്. ചാച്ചൻ അതിനുശേഷം പിന്നെ ഒരു സൺഡേ സ്കൂൾ അധ്യാപകനായിട്ട് മാറിയായിരുന്നു. അപ്പം ഞങ്ങളുടെ ഇടവപ്പള്ളിയായ അല്ലപ്ര പള്ളിയിൽ സെൻറ്റ് ജേക്കബ് സൺഡേ സ്കൂളിലെ ഒരു അധ്യാപകനായിരുന്നു, പ്രധാനാധ്യാപകനായിരുന്നു. അദ്ദേഹം 97ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. ഈ 97ാമത്തെ വയസ്സിൽ മരിക്കുമ്പോൾ 80 വർഷക്കാലം അദ്ദേഹം സൺഡേ സ്കൂൾ അധ്യാപകനായി തന്നെയാണ് ജീവിച്ചത്. അതിൽ അവസാനത്തെ ഒരു 10 വർഷം മാത്രമാണ് പഠിപ്പിക്കാനായിട്ട് പള്ളിയിൽ പോയിട്ടില്ല. പക്ഷേ എന്നാലും സൺഡേ സ്കൂളിൻ്റെ അധ്യാപകരുടെ ഒരു സ്നേഹവും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവർ പറഞ്ഞു, രജിസ്റ്ററിൽ നിന്ന് പേര് വെട്ടണ്ട, വലിപ്പൻ എല്ലാ ഞായറാഴ്ചയും വന്ന് കുട്ടികൾക്ക് പ്രാർത്ഥിച്ച് ക്ലാസ് തുടങ്ങണം എന്ന് പഠിപ്പിക്കുന്ന ആ ഒരു രീതി കണ്ടിന്യൂ ചെയ്തു. എനിക്ക് തോന്നുന്നു ചാച്ചനൊരു 4ഓ 5ഓ തലമുറകളെ സൺഡേ സ്കൂളിൽ കുരിശ് വരയ്ക്കാനും പ്രാർത്ഥിക്കാനും പഠിപ്പിച്ച ഒരു പിതാവാണ് എന്ന് വെച്ചാൽ. കാരണം ചാച്ചൻ്റെ 1ാം ക്ലാസ്സിലാണ് ചാച്ചൻ അത്രയും വർഷം പഠിപ്പിച്ചത്. കാരണം 1ാം ക്ലാസ്സിലാണ് ഇതെൻ്റെ ബാലപാഠങ്ങളെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം ചാച്ചൻ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ചാച്ചനാണെങ്കിലും സത്യസന്ധനായിരുന്നു, നീതിമാനായിരുന്നു എല്ലാ അർത്ഥത്തിലും. കുടുംബത്തിലാണെങ്കിലും വലിയൊരു കരുത്തും ഒരു ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു കരുത്തായിരുന്നു. പിന്നീട് അപ്പച്ചനാണെങ്കിലും ഒരു ആദർശ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിരുന്നു. അപ്പൻ്റെ രാഷ്ട്രീയ കാലഘട്ടത്തിലുണ്ടായിരുന്ന പല വ്യക്തികളും ഇന്ന് MLA-മാർ, MP-മാർ, പല രംഗങ്ങളിലും അവർ ശോഭിച്ചു. എൻ്റെ അപ്പച്ചനെ മാത്രമാണ് അതിനകത്തൊരു പ്രത്യേകിച്ച് ഒന്നും ആവാൻ കഴിഞ്ഞില്ല എന്ന് തന്നെ പറയാം. ഒരു ബ്ലോക്ക് പ്രസിഡൻറ്റ്, യൂത്ത് നിയോജക പ്രസിഡൻറ്റ്, അതുപോലെ തന്നെ പാർലമെൻ്ററി പ്രസിഡൻറ്റ്, യൂത്ത് കോൺഗ്രസിൻ്റെ അങ്ങനെയൊക്കെ ഒത്തിരി നിലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. കഴിഞ്ഞ 3 തലമുറയായിട്ട് സാമ്പത്തികമായിട്ട് ഒത്തിരി ഉയർച്ച ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഞങ്ങളൊരു ജീവിച്ച് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു രീതിയിൽ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ്. ഞാൻ കണ്ടു പഠിച്ചതിനകത്ത് സമ്പത്തിനേക്കാൾ ഉപരി നമ്മളൊരു
ആദർശം നമ്മൾ കീപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾക്കൊരു വ്യക്തിത്വം ഉണ്ടാവില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ എൻ്റെ ചാച്ചൻ്റെ അനുഗ്രഹവും അമ്മയുടെയും അപ്പച്ചൻ്റെയും അമ്മയുടെയൊക്കെ അനുഗ്രഹം ഇപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ആ ഒരു ആദർശ രാഷ്ട്രീയത്തിൻ്റെ മൂല്യം കൊണ്ടാണ് എനിക്കിന്ന് ഈ പൊസിഷനിൽ എത്താനും ഇന്ന് എന്നെ 2020യും NDAയും അംഗീകരിച്ച് ഇന്നൊരു സ്ഥാനാർത്ഥിയാവാൻ എനിക്ക് ഒരു അവസരം കിട്ടിയത്. ആ ആദർശ രാഷ്ട്രീയം ഞാൻ മുറുകെ പിടിക്കുകയും ഇനി മുന്നോട്ടും ഞാനത് നിലനിർത്തുകയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്, വാക്ക് തരികയാണ്. സ്ഥാനാർത്ഥിയുടെ അച്ഛനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ജിബിച്ചേട്ടൻ ഈ ഒരു മത്സര രംഗത്തേക്ക് വന്നതിനെ കുറിച്ച് അച്ഛൻ എന്താ പറയാനുള്ളത്? അച്ഛൻ എന്ന നിലയിൽ എനിക്ക് പല ഇതിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടാണ് ഞാനും മുൻപ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ആളാണ്. അപ്പം എനിക്കൊന്നും ആ കാലഘട്ടത്തിൽ ഒരു പഞ്ചായത്ത് മെമ്പർ വരെ ആകാനുള്ള സാഹചര്യം എനിക്ക് സാധിച്ചില്ല. ഞാൻ പാർട്ടിയിലൊക്കെ വലിയ ഇപ്പോൾ നിയോജകമണ്ഡലത്തിൻ്റെ പ്രസിഡന്റും അങ്ങനെയൊക്കെ ആയൊക്കെ നടന്ന് ഒത്തിരി ആളുകളായിട്ട് പരിചയമുണ്ട്, രാഷ്ട്രീയക്കാരായിട്ടെല്ലാം പരിചയമുണ്ട്. എല്ലാവർക്കും സന്തോഷമായി. നമ്മൾ ആൾക്കാരൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എന്താ വേണ്ടത് ചോദിച്ചു. അവരങ്ങനെ താല്പര്യമായി നിന്നോട്ട് നമുക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് കൊടുക്കാമെന്ന് വളരെ സന്തോഷമുണ്ട്. സന്തോഷക്കുറവൊന്നുമില്ല. പിന്നെ സാമ്പത്തികമായിട്ട് വലിയ ഇതില്ലാത്തത് കൊണ്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകണേ എങ്ങനെയാണെന്നൊരു വിഷമം ഉണ്ടായിരുന്നു. എങ്കിലും മറ്റുള്ള വിഷമം മാറി ജയിക്കാൻ സാധ്യതയുണ്ട് എന്നൊരഭിപ്രായം മൊത്തത്തിൽ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ ഉണ്ട്. എൻ്റെ കൂട്ടുകാരും അതുപോലെ തന്നെ പുറത്തേക്ക് പോകുമ്പോൾ അവിടെയുള്ള ആളുകൾ ഒത്തിരി ആളുകളായിട്ട് ഇതുണ്ട്. അവരായിട്ടുള്ള ബന്ധങ്ങളും ഞാനായിട്ടുള്ള ബന്ധങ്ങളും ഒക്കെ ആയിട്ട് ഒത്തിരി ആളുകൾ പരിചയമുണ്ട്. അപ്പം അവരൊക്കെ കുഴപ്പമില്ല, MLA ആയിട്ട് MLAയുടെ അപരാധം എന്നൊക്കെ പറഞ്ഞ് എന്നെ അവർ കളിയാക്കും. അങ്ങനെയൊക്കെ അങ്ങനെ ഒരു ഇതായിട്ടൊക്കെ കഴിഞ്ഞു പോയിട്ടു. അച്ഛൻ ഈ പാർട്ടി പ്രവർത്തനമൊക്കെ ആയിട്ട് നടന്നെങ്കിലും അച്ഛനൊരു വാർഡ് മെമ്പർ പോലും ആവാൻ സാധിച്ചില്ല. പക്ഷെ മകനിലൂടെ അത് സാഫല്യത്തിൽ വരുത്താം അല്ലേ? കാർഷിക രംഗത്ത് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് ഇതുണ്ടല്ലോ, പാടത്ത് കൃഷിയൊന്നുമില്ല, പശു വളർത്തലുണ്ട്. പിന്നെ അത്രയൊക്കെ ഉള്ളത്. പിന്നെ പിള്ളേർ കൊച്ചു പിള്ളേരല്ലേ, 3 പിള്ളേരുണ്ട്, അവർ പഠിക്കണം. മകള് കല്യാണം കഴിച്ചു കൊടുത്ത അവള് ബാംഗ്ലൂരാണ്. ജിബിച്ചേട്ടൻ കുറെ നാള് വിദേശത്തൊക്കെ ആയിരുന്നല്ലോ. വിദേശത്ത് പോയി ഒരുപാട് പണമൊക്കെ സമ്പാദിച്ച് വലിയൊരു വ്യവസായി എന്നുള്ള രീതിയിലാണ് ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് കേൾക്കുന്നത്. അതിനെ കുറിച്ച് അച്ഛൻ എന്താ പറയാനുള്ളത്? ഇപ്പൊ നിങ്ങളിവിടെ ഒന്ന് കണ്ടില്ലേ, ഈ പരിസരമൊക്കെ കണ്ടില്ലേ? ഈ വീടും പരിസരമൊക്കെ കണ്ടു മാത്രമേ ഇതുണ്ടെങ്കിൽ നമ്മൾ ഇതേമാതിരി വീട് ഈ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ എൻ്റെ കൊച്ചുകുട്ടികൾക്ക് അത് ഒരു വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പറയും നമുക്ക് മാത്രമേ വീട്ടില്ലാത്ത വലിയ വാർക്ക് വീട്ടില്ലാത്ത. സ്ഥാനാർത്ഥിയുടെ അച്ഛനും അമ്മയും 3 മക്കളും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പം മകൻ മത്സര രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്നു. പ്രചരണങ്ങളിലെല്ലാം വളരെ ആവേശമായിട്ട് പങ്കെടുക്കുന്നു. ജനങ്ങളുടെ എല്ലാം ഒരു പിന്തുണയുണ്ട്. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? സന്തോഷമുള്ളൂ. ഞാൻ പോയാൽ സന്തോഷമുള്ളൂ. എല്ലാവരും പറഞ്ഞ് ജയിക്കുന്ന പറയണേ. ജയിക്കും. എല്ലാവരും പറയണ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷം അല്ലേ? പെരുമ്പാവൂർ നിയോജക മണ്ഡലം NDA സ്ഥാനാർത്ഥി ജിബി പാത്തിക്കലിൻ്റെ വീട് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ കുടുംബത്തെ എല്ലാവരെയും നമ്മൾ അച്ഛനും അമ്മയും മക്കളെ എല്ലാവരെയും പരിചയപ്പെട്ടു, വിശേഷങ്ങളൊക്കെ പങ്കുവച്ചു. അപ്പോൾ കൊട്ടാരമെന്ന് വിശേഷിപ്പിച്ച ഈ ഒരു വീടാണ് നമ്മളിവിടെ വന്ന് കണ്ടത്. ജനഹിതം പലവിധം എന്നാണ്. ജനങ്ങൾ പല രീതിയിലുള്ള അഭിപ്രായങ്ങളുണ്ടാവും, അതവർ പങ്കുവയ്ക്കട്ടെ. അത് ഈ ഒരു മത്സര രംഗത്തൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള പലവിധ അഭിമുഖങ്ങളും കേൾക്കും. യാഥാർത്ഥ്യം ഇതാണ്. ക്യാമറമാൻ ബിനു കുര്യനോടൊപ്പം നിഷ രജീഷ്, മെട്രോ ന്യൂസ്, പെരുമ്പാവൂർ.